ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും എക്സാമും ഒക്കെയുള്ള ബിസി പിടിച്ചൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 3 മണി വരെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആകെ തിരക്ക് ഓട്ടോ ചേട്ടാ. 3 മണിക്ക് ശേഷം പിന്നെ ബാക്കി മെറ്റീരിയൽസ് എടുക്കാൻ പോയി. അപ്പോൾ അതുവരെ എന്തായാലും അത്യാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് കൊറിയറാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ രാവിലെ എണീറ്റ പാടെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അവനെ പഠിപ്പിക്കണം. മോനെ എക്സാം നടക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പഠിപ്പീരും ബഹളമായിട്ട് രാവിലത്തെ സമയം ആകെ മേളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലഞ്ചൊന്നും രാവിലെ തന്നെ ഉണ്ടാക്കാൻ നിന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇപ്പോൾ കഴിപ്പിച്ച് വിടണമല്ലോ. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റുകളിലൊന്നാണ് കേട്ടോ ഈ ഗോതമ്പ് ദോശയും കട്ട ചമ്മന്തിയും. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഈ കട്ട ചമ്മന്തി നമ്മൾ ശരിക്കും അമ്മിയിൽ അരച്ചെടുക്കുന്ന ആ ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അമ്മിക്ക് പകരം നമ്മുടെ മിക്സിയിലിട്ട് തന്നെ അങ്ങ് അരച്ചെടുത്തു. ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്കിലും അതുപോലെ തന്നെ എക്സാമിന് പോകുന്ന സമയത്തൊക്കെ അവന് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയും ചെയ്യാം, എനിക്ക് എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ച ആളെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ വന്ന് പുറത്ത് ഒരു പൂ പൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റോസാ ചെടി പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നട്ടതൊന്നുമല്ല കേട്ടോ. ഇവിടുത്തെ ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്ന അവിടുത്തെ ഓണർ നട്ടതാണ്. അതിങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അതും നോക്കി നിന്ന് പിന്നെ റോസാപ്പൂവും കണ്ടുനിന്നാൽ നമ്മുടെ പണി നടക്കില്ല. പിന്നെ നേരെ ഓടി കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ളതൊക്കെ റെഡിയാക്കണം. അപ്പോൾ വലിയ വിഭവങ്ങളൊന്നുമല്ല, മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊന്ന് കറി വെക്കണം. മീൻ കറി ആക്കി എടുക്കുകയാണ്. അതുമാത്രമല്ല ഒരു രസം കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ തോരന് വേണ്ടിയിട്ട് ചീരയൊക്കെ ഞാൻ 2 ദിവസം മുന്നേ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചീര എടുത്ത് തോരനുണ്ടാക്കും. അങ്ങനെ ഒരു തോരനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് ആയിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഈ വെപ്രാളമാണ് കേട്ടോ. കാരണം 12:30-ക്ക് മോൻ്റെ എക്സാം കഴിയും. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഉച്ചത്തെ പണികളൊക്കെ തീർത്ത് കുളിച്ച് റെഡിയായി അവനെ വിളിക്കാൻ പോകണം. അതിനുശേഷം എനിക്ക് സ്റ്റിച്ചിങ് ഉണ്ട്. അത്യാവശ്യമായിട്ട് കൊറിയർ ചെയ്യാനുള്ളൊരു ഡ്രസ്സുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർത്ത് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് തുണിയും അലക്കി കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് മോനെ വിളിക്കാൻ പോയത് കേട്ടോ. കാരണം സംഭവം ഇത്രയും ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെ ടയേർഡായിപ്പോയി, വിശപ്പിൻ്റെ വെളി വന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പെട്ടെന്ന് ചോറൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ചോറ് കഴിച്ചിട്ട് നേരെ മോനെ വിളിക്കാനായിട്ട് പോയി കേട്ടോ. എൻ്റെ മോനെ വിളിച്ച് തിരിച്ച് വന്നിട്ട് അവനും ഫുഡ് കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യണമല്ലോ, അതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഒന്ന് നോക്കി അടുത്ത എക്സാമിനുള്ള അതൊക്കെ റിവൈസ് ചെയ്ത് കുറച്ചൊന്ന് പറഞ്ഞൊക്കെ കൊടുത്ത് അവനെ അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ക്ഷീണമൊക്കെ തോന്നും, കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കിടക്കാനായിട്ട് നിന്നില്ല, പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നു. അപ്പം എനിക്ക് റെഫറൻസ് വന്നൊരു പിക്ചറാണ് കേട്ടോ. ആ പിക്ചർ അനുസരിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊറിയർ ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ആളാണ് കസ്റ്റമർ, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിക്ക് കൊറിയർ ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ആൾ പറഞ്ഞു കൊറിയർ ചെയ്യണ്ട, നേരിട്ട് വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ ആൾ കുറച്ച് ദിവസം എടുത്തു. അതിന് മുമ്പേ തന്നെ കൊറിയർ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് എന്തോ കാരണത്താൽ വരാൻ പറ്റിയില്ല. അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തൊരു ഓർഡറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനാട്ടോ. അപ്പോൾ ഇതൊരു 1.5 വയസ്സുള്ളൊരു കുഞ്ഞു കുട്ടിക്ക് കുഞ്ഞു ഭാവയ്ക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രസ്സ് റെഫറൻസ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 1.5 വയസ്സെന്ന് പറയുമ്പോൾ ഒരു 2.5 വയസ്സ് വരെ ഉള്ള ആൾക്ക് ഇടാൻ കണക്കിനായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ യൂസ് ചെയ്യാമല്ലോ, കുട്ടികളൊക്കെ അല്ലേ, പെട്ടെന്ന് വലുതാകുമ്പോൾ പിന്നെ ഈ ഡ്രസ്സ് കണക്കാകാണ്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വലിപ്പം കൂട്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൗസും അതിന് അഴിക്കാനായിട്ട്
സ്റ്റിച്ച് അഡീഷണൽ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കുട്ടികൾക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അത് ബ്ലൗസിൻ്റെ നെക്കൊക്കെ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ എനിക്ക് ഇടയ്ക്ക് അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഈ ഒരു വർക്ക് ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു. കാരണം അവർ പറഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കൊടുക്കാനുള്ള. അപ്പം ആ ഒരു ഡേറ്റ് ആയ സമയത്താലും എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, സമയമാകുമ്പോഴാണല്ലോ നമ്മൾ ഓരോ വർക്കായിട്ട് കയ്യിലെടുക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കാൻ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് ലേറ്റായി പോയത്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ. മോഡേൺ പ്ലസ് കേരള ട്രഡീഷണലൊക്കെയാണ്. നമ്മുടെ ട്രഡീഷണൽ പട്ടുപാവാടയാണെങ്കിലും അത്യാവശ്യം മോഡലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇതുപോലെ 2 ലൂപ്പ് വെച്ച് കൊടുക്കാനായിട്ട് കഴുത്തിൽ കെട്ടാനായിട്ട്. അതുപോലെ ബാക്കിൽ ഹുക്കാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു മെറൂണിഷ് റെഡാണ് കേട്ടോ. മെറൂണല്ല, എന്നാലും ഒരു മെറൂണിഷ് റെഡായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ഒരു നല്ല റെഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് റെഡായിട്ട് തോന്നുന്നത്. വീഡിയോയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ മെറൂണിഷ് റെഡും ഈ ഒരു കേരള പട്ടുപാവാടയും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ പച്ച, റോയൽ ബ്ലൂ, ഇതൊക്കെ ഭയങ്കര അട്രാക്ഷനുള്ള കളേഴ്സാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇറച്ച് നിൽക്കുന്ന ഫീലിംഗ് ആണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികളുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനും കുട്ടികളിതൊക്കെ ഇട്ട് കാണാനുമായിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് സൈസൊക്കെ കൂട്ടി കുറച്ച് നാൾ കഴിഞ്ഞാലും അവർക്ക് ഇടാൻ കണക്കിനൊക്കെ ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അവർക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാനും കഴിയണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു രീതിക്ക് അത്യാവശ്യം ഭംഗിയായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഏതാണ്ട് ബ്ലൗസിൻ്റെ പണിയൊക്കെ കഴിയാറായി. അപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മെറ്റീരിയൽസൊക്കെ എടുക്കാൻ പോകണം. പിന്നെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിത് കൊറിയർ ചെയ്തപ്പോൾ അത് ഒട്ടിച്ചു, അതുപോലെ തന്നെ അഡ്രസ്സൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി കൊറിയർ ചെയ്യേണ്ട ആളുടെ കയ്യിൽ കൊടുത്താൽ മതി, എന്നാലും നമ്മൾ ആ ബാഗിലൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കണമല്ലോ. പിന്നെ ഫോട്ടോ എടുക്കാത്തത് കൊണ്ട് ഞാൻ ഒട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്, ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് റോ കോട്ടൺ ആണ്. പിന്നെ കോട്ടൺ ലൈനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരള പട്ടുപാവാടയാണ് കേട്ടോ. അത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. അതുപോലെ അതിനും കോട്ടൺ ലൈനിങ് വരുന്നുണ്ട്. പിന്നെ സ്കേർട്ടിൽ കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിയാൽ, ലൂസാണെങ്കിൽ കുറച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിയാൽ കുറച്ച് നാൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കണക്കിനുള്ളൊരു കണക്കിലൊക്കെയാണ് നമ്മൾ പട്ടുപാവാട ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാസുകി കമലം എന്ന് പറയുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ അതിനകത്ത് ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഒൺലിയാണ് കേട്ടോ, കോൾസ് അലൗഡ് അല്ല, മെസ്സേജ് ഒൺലിയാണ്. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങൾ റെഫറൻസ് അയക്കുന്ന പിക്ചർ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതെല്ലാം റെഡിയാക്കി ബാഗിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എനിക്ക് അടുത്ത വർക്കിനുള്ള മെറ്റീരിയൽസൊക്കെ എടുക്കാനായിട്ട് പോകണം. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് നേരെ ഞാൻ അടുത്ത മെറ്റീരിയൽസിനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് ഡേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.